ഇത്രയും ബിസി ആയിട്ട് ബിസിനസ്സിലും ഇഷ്ടങ്ങളും എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇക്ക പറയുന്നുണ്ട്, ഇക്കയ്ക്ക് 2 മണിക്കേ വീട്ടിൽ ചെല്ലുള്ളൂ മിനിമം. അപ്പോൾ ഒരു 3 മണിക്ക് ഉറങ്ങി ദിവസം 5 മണിക്കൂർ കൂടുതൽ ഉറങ്ങാനും പറ്റില്ല. 8 മണിക്ക് ശേഷം വീട്ടിലിരുന്നാലും സഫോക്കേഷനാണ്. എങ്ങനെയും ചാടി ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു പറയണു. അപ്പോൾ ഇത്രയും 365 ദിവസവും 7 ദിവസവും എല്ലാ ആഴ്ചയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ നിന്നും ഒന്ന് മാറി എനിക്കൊരു ഒന്ന് ഫ്രഷ് ആവണമെന്നോ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നോ അങ്ങനെ ഒരിക്കലും അങ്ങനെ തോന്നാറില്ലേ? ഒരു യാത്രയായിക്കോട്ടെ, അങ്ങനെയൊന്നും തോന്നാറില്ല. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ ബിസിനസ്സിലേക്ക് ഇറക്കിയതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സംസാരിക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ വൈഫ് എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ കല്യാണം കഴിച്ചു. അപ്പം നമ്മളെന്താ ഇത് പറയാന്നറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മലമ്പുഴയാണ്. വൈഫ് കല്യാണം കഴിച്ചെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വലിയ കൂട്ടുകുടുംബമാണ്, കൂട്ടുകുടുംബത്തിൻ്റെ അകത്താണ് ആ വൈഫ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരോട് നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളൊരു ടൂർ കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, പോയില്ല. ട്രിപ്പ് പോകുന്നോട്ട് പാലക്കാട് മലമ്പുഴയാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഡ്രൈവറേക്ക് വിട്ടു, വണ്ടി മറ്റേ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് കാറുണ്ട്, വണ്ടിയൊക്കെ വിട്ടു ഒന്ന് മലമ്പുഴയിലേക്ക് പോയി. മലമ്പുഴയിലേക്ക് പോയിട്ട് ഇറങ്ങി. എനിക്ക് അവളോട് പറയാനൊന്നും അറിയില്ല, എന്താ പറയേണ്ടതെന്ന്. അവൾക്ക് എന്നോടും പറയാൻ അറിയില്ല. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരുപാട് കാമുകിയമാന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ മലമ്പുഴയിൽ കറങ്ങാൻ പറഞ്ഞ് അവർ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എനിക്ക് കരച്ചിൽ വന്നു. അപ്പം ഞാൻ ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കണ്ണാടിയിൽ എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സംസാരിക്കാത്തൊരു പെൺകുട്ടിയാണ് നിങ്ങൾക്ക് എല്ലാം കഴിക്കുന്നത്, ഒരുപാട് കഴിവുറവുകളുണ്ട്, വേണമെങ്കിൽ നിനക്ക് അതില്ലാത്തൊരു പെൺകുട്ടിയെ കിട്ടും, ആ പെൺകുട്ടിയിൽ നിന്നും ഇന്നേ കാര്യങ്ങളൊന്നും നിനക്ക് നടക്കില്ല. അപ്പം നീ അന്നേരം അബദ്ധമായും തോന്നരുത്, തീരുമാനിച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ ആലോചിച്ച് കണ്ണാടിക്ക് മുമ്പ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും മരണം വരെ ഈ സ്ത്രീ എൻ്റെ കൂടി ആയിരിക്കും എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ച കല്യാണം കഴിച്ചത്. പക്ഷേ ഇങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ വല്ലാതെ ഇതായി. തിരിച്ച് റൂമിലൊന്ന് ബാത്റൂമിൽ കഴിഞ്ഞാൽ കുറേ നേരം കരഞ്ഞു. കാരണം എനിക്ക് അവളോടൊന്നും പറയാൻ പാടില്ല. അതുവരെ ഒരു കല്യാണം കഴിച്ചൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോയത്. അതുവരെ വീട്ടുകാരുടെ ഇടയിലാണ് എനിക്ക് അവളോട് സംസാരിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് സംസാരിക്കാൻ കാര്യമില്ല. ഈ ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അന്ന് തീരെ സംസാരിക്കില്ല, ഒരു വാക്ക് പോലും പറയില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ എങ്ങനെ പറയും? ബാത്റൂമിൽ കഴിഞ്ഞ് കുറേ നേരം കിടഞ്ഞു. പിന്നെ കരച്ചിലൊക്കെ മാറ്റി പോയി. ഞാൻ തന്നെ ചോദിച്ചു, നീ ഒരു തീരുമാനം എടുത്തില്ലേ? നീ അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനം എടുത്ത് പിന്നെ നീ വിഷമിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്തുവാണ്, ചിലപ്പോൾ ആ ഒരു ലൈഫുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റില്ല, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് വിടണം, ഫുൾ ടൈം കച്ചവടത്തിലേക്ക് പോകണം. നിനക്കെന്താണോ നേടിയെടുക്കാൻ പറ്റുക അതിനെ ഇൻവോൾവ് ചെയ്യുക. നേടാൻ സാധിക്കാത്തതിനെ ആഗ്രഹിക്കരുത്, നേടാൻ പറ്റുന്നതിൽ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ആ സമയം മുതലാണ് ഞാൻ മുഴുവൻ സമയ കച്ചവടക്കാരനായി മാറി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതിനെനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അതിന് വളർച്ചയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തുവരെ ഞാൻ ടൂറ് പോയിട്ടില്ല. ഇപ്പം മകൾ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ മകൾക്ക് ഇതൊക്കെ അറിയാം, എൻ്റെ വിഷമം അറിയാം, അവളുടെ ഉമ്മാക്കുള്ള പരിമിതി അറിയാം, ഞാൻ ടൂറ് പോകാത്തത് എന്താണെന്നറിയാം. പക്ഷേ അവൾ കല്യാണം കഴിച്ചപ്പോൾ അവളും മരുമോനും പോകുമ്പോൾ വൈഫിനെ കൊണ്ടുപോകും, ചിലപ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകും. ഞാൻ പോകാറില്ലെന്ന് അവർക്കറിയാം, അവർ പോകാറുണ്ട്, എപ്പോഴും അവർ നിർബന്ധിച്ച് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം അവരെ കൂടി എങ്ങാണ്ട് 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്, അല്ലാതെ ഞാനെങ്ങും പോയിട്ടില്ല. എൻ്റെ ഇൻവോൾവ് കംപ്ലീറ്റ് ബിസിനസ്സിലേക്ക്. അപ്പോൾ നമുക്ക് ആഗ്രഹം നടക്കുന്നതേ നമ്മൾ ആഗ്രഹിക്കാവൂ, നടക്കാത്ത അതൊരു ഉപദേശം കൂടിയാണ്. നടക്കില്ല എന്ന് തോന്നുന്നതിനെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ മാനസിക ടെൻഷനും വിഷമവും ഉണ്ടാവും. നമുക്ക് നടക്കുമെന്ന് തോന്നുന്നത് ആഗ്രഹിക്കുക, അതിൽ. അങ്ങനെയാണ് ഞാൻ മുഴുവൻ സമയ കച്ചവടക്കാരനായി മാറിയതും ഈ 24 മണിക്കൂറും വർക്ക് ചെയ്യുക, അല്ല 360 ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ള ഹാപ്പിനെസ് ഏതിലാണോ കിട്ടുന്നത് അതിലേക്ക് തിരിഞ്ഞതാണ്. അങ്ങനെയാണ് അതിൽ വന്നത്. ഓക്കെ, ഇതിനകത്ത് അപ്പം അത് വിട്ട് അതിനകത്താണ് ഹാപ്പിനെസ്സോ? അവിടെ ഹാപ്പിനെസ് കിട്ടുന്നത് കൊണ്ട് കിട്ടുന്നില്ല എന്നല്ല, മനസ്സിലായി, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആവില്ല. പിന്നെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഞാൻ അപ്പം 25 വയസ്സും 30 വയസ്സൊന്നും അല്ലല്ലോ, ഞാനൊരു വല്യച്ഛനാണ്, അവളൊരു വല്യമ്മ. ആ രീതിയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ കുട്ടികളുടെ വളർച്ച കണ്ട് ആസ്വദിക്കലാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പം കുടുംബജീവിയാണ്, പണ്ട് കുടുംബജീവിയല്ല. അവരാണ് എൻ്റെ പെറ്റെന്ന് പറയുന്നത്. അവരെ വളർച്ച ഞാൻ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. മറ്റേ എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ
ഒരു ഏഴ്. മറ്റ് ഇപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള ആവശ്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും ഇപ്പോൾ എൻ്റെ മകളുടെ കുട്ടികൾക്കും എൻ്റെ മകൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇക്ക ലൈഫിനെ എന്താ പറയുക, ദൈവം തന്നിരിക്കുന്ന ആ ഒരു ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. പലപ്പോഴും പലരും ആ കിട്ടാത്തതിനെക്കുറിച്ച് ഓതി ഇങ്ങനെ കരഞ്ഞ് അതിലൂടെ ഇങ്ങനെ എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഒരുപാട് പേരല്ലേ. പക്ഷേ ഇക്കയുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ്. ഓക്കെ, അത് നമുക്കില്ല, ഒന്നും ചെയ്താലും കാര്യമില്ല, നമുക്ക് കിട്ടില്ല. സോ ചേഞ്ച് യുവർ മൈൻഡ്. നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ, അതിലൂടെ പോവുക. ലൈഫിനെ ഹാപ്പിനെസ് ഒന്നിൽ മാത്രമല്ല ഹാപ്പിനെസ് കിട്ടുന്നത്, പല വഴികളുണ്ടല്ലോ. ഒന്ന് കിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കരുത്. അത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചൊരു കാര്യമാണ്, അതങ്ങനെ തുടർന്ന് പോകും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും കാര്യം ചായക്ക് മധുരമില്ലാത്തതിന് ഡൈവോഴ്സ് നടക്കുന്ന കാലഘട്ടമാണ് ഇത്. അതെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ അഭിമാനം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും കാലം എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റി. അതെ, കാരണം തുടക്കത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ചെവി കേൾക്കും കൂടി ഇല്ലല്ലോ, അപ്പം നമ്മൾ പറയുന്നത് പറ്റില്ല, സൈൻ ലാംഗ്വേജിലൂടെ മാത്രം വേണം കമ്മ്യൂണിക്കേഷൻ. ഇക്കയ്ക്ക് അതൊന്നും ശീലമില്ലാത്ത കാര്യവും കൂടെ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്നത്തെ ഇപ്പൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ നിസ്സാരമായിട്ട് ഇന്നിപ്പം ഡിവേഴ്സ് ചെയ്ത് പോകേണ്ട കേസുകളാണ്. പക്ഷേ ഇക്ക അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. ഇന്നും നിങ്ങളുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ നല്ലൊരു വൈഫാണ് കേട്ടോ അവർ. അന്നത്തെ കാലത്ത് പറ്റിയില്ല എന്നുള്ളൂ. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ നമ്മളൊക്കെ വല്യച്ഛനും വല്യമ്മയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള എന്നെക്കുറിച്ച് മാത്രം, എന്നെയും എൻ്റെ മകളെയും എൻ്റെ മകളുടെ കുട്ടികളെയും കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, എൻ്റെ ഉമ്മയൊക്കെ പണ്ട് ചിന്തിച്ച പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. നല്ലൊരു വൈഫിനെ കിട്ടി അല്ലേ? തീർച്ചയായും. ബ്യൂട്ടിഫുൾ. വിത്ത് ദാറ്റ് ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജോട് കൂടി തന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പേ ഇക്ക വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് സൈഡ് വഴി പോകണം. പക്ഷെ അതിനെക്കാട്ടിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല ഒരു സിനിമയുടെയും കൂടെ ഭാഗമാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുതന്നെയായിരിക്കും മുന്നിൽ ഇക്ക ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലേ? ഒരു നടനായി, ഒരു ബിസിനസ്സുകാരനായിട്ട് ഞാൻ കുഴപ്പമില്ലാതെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ആക്ടറായിട്ട്, ഒരു നടനായിട്ട് നാലാളെ മുന്നിൽ അറിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ദൈവം നടത്തി തരുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയും പോയിട്ട് ഒരു ആക്ടിങ് പഠിക്കാനോ ഒരു ആക്ടിങ് സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാവാനോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമയിൽ അവസരം തരുമ്പോൾ അവർ ക്ഷണിക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട്, അതിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയല്ല, ഈ മെയ്വഴക്കം കിട്ടാൻ വേണ്ടി ഡാൻസ് പഠിക്കാൻ വേണ്ടി തയ്യാറാണോ? നമ്മൾ പ്രായം എന്ന് പറയുന്നത് പ്രായമായതുകൊണ്ടേ മരിക്കുന്നുണ്ടോ? ചെറുപ്പക്കാർ ഇഷ്ടംപോലെ മരിക്കുന്നുണ്ട്. അസുഖം പ്രായമായവർക്കേ വരുന്നുണ്ടോ? ഇല്ലാത്തവർക്ക് വരുന്നു. അപ്പോൾ ഈ മരണത്തിനോ അസുഖത്തിനോ ഒന്നും പ്രായം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾക്ക് എന്ത് പ്രായമാണ്, അതാണ് നമ്മളെ പ്രായം. കലണ്ടർ നോക്കിയിട്ട് പ്രായം തീരുമാനിക്കണ്ട. ഇപ്പൊ നിങ്ങളെ കണ്ണിൽ എനിക്ക് എന്ത് പ്രായം തോന്നിക്കുക, അതാണ് പ്രായം. ഒരു സംവിധായകൻ എന്നെ കാണുന്ന പ്രായം നോക്കിയാൽ മതി. എന്നോട് വെള്ളത്തിലെ പ്രജേഴ്സൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനവിടെ ഓഡീഷന് പോയപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 57 വയസ്സം കണ്ടാണ്. ഞാൻ 57 വയസ്സാണ് എഴുതി കൊടുത്തത്. അപ്പം എന്നെ ക്യാരക്ടർ സെലക്ട് ചെയ്തത് ജയസൂരിയുടെ അമ്മാവനായിട്ടാണ്. ലൊക്കേഷൻ എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു 57 വയസ്സെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാവനായത്. ആ ജയസൂരിയുടെ കൂട്ടുകാരനായിട്ട് റഫീഖിന് പറ്റുമായിരുന്നു, പക്ഷെ 57 വയസ്സുകാരൻ അങ്ങനെ കൂട്ടുകാരനാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ തോന്നി അത് മതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ മറ്റേ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഒരു സംവിധായകൻ ഞാൻ പറയുന്നത് എന്റെ പ്രായം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്ത് പ്രായമാണോ എനിക്ക് കാണുന്നത് ആ പ്രായത്തിലേക്ക് എടുക്കും. ഇപ്പൊ 2026 തന്നെ ഇക്ക ആഗ്രഹിക്കുന്ന പോലത്തെ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം, അതും നല്ലൊരു ടീമിന്റെ കൂടെ ആ ഒരു ശ്രദ്ധിക്കുന്ന കഥാപാത്രം ഇക്കനെ തേടി എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, നല്ലൊരു ആശംസയോടെ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് കാണാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതേപോലെ ഞാൻ ഇക്കയുടെ മൂവിയുടെ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂയിലൂടെ തന്നെ ആവട്ടെ ഞാൻ ഇക്കനെ കാണാൻ പോകുന്നത്. തീർച്ചയായും എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളതാണ്, ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോഴും നിങ്ങളെപ്പോലത്തെ ആളും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതിന് ഒരുപാട് സന്തോഷവാനാണ്. തീർച്ചയായിട്ടും ഞാൻ എളിമോട്ട് പറയുന്നതല്ല, അത്രയും നിങ്ങളൊന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരാളായി എത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, വെറുതെ പറയുന്നില്ല. അപ്പം എനിക്കും ആഗ്രഹമാണ് നല്ലൊരു ടീമിൻ്റെ കൂടെ, എനിക്ക് നായകനായിട്ടോ വലിയൊന്നും വേണ്ട, 1 2 രീതി 4 ആൾ കണ്ടാൽ ഇന്ന് സിനിമയിലുള്ള ആളല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ എന്ന് പറയുന്ന ഒരാളായി മാറണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട്.